അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വളരെ അസാധാരണത്വമുള്ള ഈ പരിപാടി സംഘടിപ്പിച്ച MSFനെ ഞാൻ ആദ്യമായി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ഇതിൽ അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരൻ ഷാക്കിർ എം, ഇവിടെ സ്വാഗതം ആശംസിച്ച ആഷിഖ് പാതാരി, ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്ന എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡൻറ്റ്, പ്രിയ പ്രഗത്ഭനായ വാഗ്മി കൂടിയായ ഷെരീഫ് കുറ്റൂർ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത്, ചിരകാല സുഹൃത്ത് ഹനീഫ പെരിഞ്ചേരി, പ്രിയപ്പെട്ട PK നവാസ്, നജ്മ തബ്ഷിറ, അഡ്വക്കേറ്റ് PA നിഷാദ്, ഷിംസി മക്കരപ്പറമ്പ്, മറ്റു അറഫ ഉനൈസ്, ആഷിഖ്, അതുപോലെ മറ്റു മാനു മാസ്റ്റർ, പല നേതാക്കളും ഇവിടെ വന്നുപോയി. ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഈ മുഖവുര പറയുന്നത് നിങ്ങളോട് ക്ഷമ പറയാനാണ്. വളരെ വൈകിയിരിക്കുന്നു ഞാൻ എത്തിച്ചേരാൻ. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരും അനുജത്തിമാർ എന്നോട് മാപ്പാക്കണം. കാരണം ശിഹാബ് തങ്ങളുടെ അനുസ്മരണ സമ്മേളനമായിരുന്നു ജില്ലാ SYS സംഘടിപ്പിച്ചത് മഞ്ചേരിയിലെ കടങ്ങഴിയിൽ. അത് അഭിവന്ദനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത ശേഷമല്ലാതെ നമുക്ക് പുറപ്പെടാനും കഴിയില്ലല്ലോ. ശിഹാബ് തങ്ങളുടെ ഒരു ഓർമ്മകളും അതിൻ്റെ ഒരു വൈകാരികമായ തലമൊന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതുമില്ല. അതുകൊണ്ടാണ് ഞാൻ വൈകിയത്, എന്നോട് ക്ഷമിക്കണം. നല്ലൊരു പരിപാടി. മറ്റു വല്ല പരിപാടി ആയിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ നീക്കുപോക്ക് നടത്തിയിട്ട് വരുമായിരുന്നു. ഇത്ര ഒരു വെൽ അറേഞ്ച്ഡ് ആൻഡ് വെൽ ഡിസൈൻഡ് ആൻഡ് വെൽ പ്രിപ്പയർഡ് പ്രോഗ്രാം, ദാറ്റ് ഈസ് സംതിങ് യുണീക്ക്. അത് ഞാൻ ഐ കൺഗ്രാജുലേറ്റ്, I appreciate, I laud the MSF and the office bearers for this great venture, for this great attempt, for this efficient organizing of a rare program. ഇത്രയും പറഞ്ഞുകൊണ്ട് you please kindly excuse me for the delay from my part on coming and attending this very unequaled function. Thank you. അസ്സലാമു അലൈക്കും. ഞാൻ സന ഷിറിൻ. താങ്കൾ ബിരുദം എടുത്ത ഒരാളാണ്. ബിരുദാനന്തര ബിരുദമുണ്ട്. MAയിലും BAയിലും ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഉണ്ട്. പക്ഷേ MP ആയിരിക്കുമ്പോഴാണ് LLB എടുത്തത്. എന്താണ് അതിന് കാരണം? വളരെ പ്രചോദിപ്പിക്കുന്ന ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. സഹോദരി പേര് സന. ഇരുന്നോളൂ. അപ്പോൾ നമ്മളെ എപ്പോഴും ആവേശം കൊള്ളിക്കുന്നത് എന്തായിരിക്കണം? നിങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ്. അറിവിനുള്ള അന്വേഷണമായിരിക്കണം. അപ്പോൾ അതാണ് നമ്മളെ ഈ ബിരുദങ്ങളിലേക്കും പഠനത്തിലേക്കൊക്കെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ LLB എടുത്തത് MP ആയിരിക്കുമ്പോഴാണ്. അതെങ്ങനെയെന്നാണ് കുട്ടി ചോദിച്ചിരിക്കുന്നത്. അതിൽ പിന്നിൽ കഥയുണ്ട്. ശരിക്കും വളരെ കൗതുകമുള്ളൊരു കഥ. നിങ്ങൾക്കൊരു പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഞാനൊരു ദിവസം പാർലമെൻറ്റിൽ ഒരു സീനിയർ MP പ്രസംഗിക്കുന്നത് കേൾക്കുകയാണ്. അദ്ദേഹം പ്രസംഗമധ്യേ ഒരു വാക്ക് പ്രയോഗിച്ചു, മെൻസ് റിയ. Can anybody tell me the meaning of this word or just define this word? I believe most of you may not be able, because it is a technical term. അതൊരു സാങ്കേതിക പദമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം അറിയാതെ നട്ടം തിരിഞ്ഞിരുന്നു പാർലമെൻറ്റിൽ. എനിക്കറിഞ്ഞുകൂടായിരുന്നു മെൻസ് റിയ എന്താണ്. സാധാരണ ഇംഗ്ലീഷിൽ പ്രയോഗിക്കാത്തൊരു പദമാണ്. അപ്പം ഞാൻ അതിൻ്റെ ആ വാക്കിനെക്കുറിച്ച് അന്വേഷിച്ചു, പോയിട്ട് റെഫർ ചെയ്തു. എനിക്ക് മനസ്സിലായി ഇതൊരു ബില്ലിൻ്റെ ചർച്ചയായിരുന്നു പാർലമെൻറ്റിൽ. ലെജിസ്ലേഷൻ വാസ് ഗോയിങ് ഓൺ.
it was a debate on the implications of that law which was going to be formulated and passed by the Parliament of India, Rajya Sabha. As you know, I was a member of Rajya Sabha. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അർത്ഥം അത്രയേ ഉള്ളൂ. കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് കുറ്റവാളിയുടെ മനസ്സിലുണ്ടാകുന്ന ഉദ്ദേശമാണ് മെൻസ് റിയ. ഒരു ഉദാഹരണം പറയാം. അപ്പം മെൻസ് റിയ നോക്കണം എന്നാണ് ഈ ഇദ്ദേഹം പ്രസംഗിച്ചത്. ഒരാൾ വെറുതെ എങ്ങനെ അങ്ങ് കൈകൊണ്ടെന്ന് വശയപ്പോൾ അടി കൊണ്ടിട്ട് ഒരാൾ മരിച്ചു. ഒരാൾ ബോധപൂർവം ഒരാളെ കൊല്ലാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് അടിച്ച് കൊന്നു. രണ്ടും ക്രൈമിൻ്റെ ഡിഗ്രി ഒന്നാണോ? ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് മെൻസ്രിയ നോക്കണമെന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഉത്സാഹം തോന്നി. ഇതൊരു ലീഗൽ ടേമാണ്, നിയമപരമായൊരു വാക്കാണ്. ഇതൊന്നും പഠിക്കാതെ ശരിക്കൊരു പാർലമെൻറ്റേറിയൻ ആകാനോ ഡിബേറ്റർ ആകാനോ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോട് പോയി ഈവനിങ് കോഴ്സിന് ചേർന്നു, LLB എടുത്തു. അതാണ് ആ സ്റ്റോറി. ഇനി മെൻസ്രിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഈ ഇബാദത്തൊക്കെ ചെയ്യുമ്പോൾ മതത്തിൽ പഠിപ്പിക്കുന്നില്ലേ നിയ്യത്ത്? നിയ്യത്ത് അല്ലേ? നിയ്യത്തുണ്ടായിരിക്കണം. ഒതു കൊടുക്കുമ്പോൾ നിയ്യത്തുണ്ടായിരിക്കണം. ശരിക്കും നിയ്യത്തുണ്ട്. നല്ല കാര്യം മനസ്സിലുള്ള തേട്ട ഉദ്ദേശം, അതാണ് നിയ്യത്ത്. അത് വളരെ പ്രധാനമാണല്ലേ. ഒരു കാര്യം എന്താണെന്നുള്ളതിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് മനസ്സിലുള്ള. മദ്രസയിൽ പഠിക്കുമ്പോൾ പറയും കരുത്ത് എന്ന്. കരുതുക എന്നുള്ളതിനാണ് ആ പറയുന്നത്. ദിസ് ഈസ് മെൻസ്രിയ and this is the story behind my entrance to LLB course. Then finally I passed the course and I enrolled as an advocate. ഞാൻ വക്കീലായിട്ട് വാദിക്കാൻ പോകാറില്ലെങ്കിലും ഒരു അഡ്വക്കറ്റായിട്ട് ഞാൻ സ്വയം ആ ഒരു അതിനുള്ള വാദിക്കാനുള്ള ഒരു അനുമതി ഞാൻ നേടി. Thank you for the nice question, which is an opening to my own quest for knowledge, my own enquiry for knowledge. Thank you. അതുകൂടെ ഒക്കെ അല്ലേ? ഓക്കെ. ചൂടുള്ള അസ്സലാമു അലൈക്കും. എൻ്റെ പേര് രഹന, കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പഠിക്കുകയാണ്. ഇപ്പോൾ പ്രളയം പോലെയുള്ള ദുരിതം ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇന്നത്തെ സമൂഹത്തിൻ്റെ യുവാക്കളുടെ സേവനം. കുട്ടി ഒരു മിനിറ്റ്, ആ കുട്ടീനെ ഇൻട്രപ്റ്റ് ചെയ്യണ്ട, ചോദിച്ചോ. അത് കഴിഞ്ഞിട്ടാവാ, അത് കുട്ടി ചോദിക്കൂ. പ്രളയം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇന്നത്തെ യുവാക്കളുടെ സേവനം, അവരുടെ കരുത്തൊക്കെ നമ്മൾ പലരും കണ്ടറിഞ്ഞവരും കൊണ്ടറിഞ്ഞവരുമാണ്. അപ്പോൾ എത്ര വലിയ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് പോലും അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു ക്രൈസിസ് നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു MB എന്ന നിലയിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അവരിങ്ങോട്ടിരിക്കാം, ഞാൻ മുമ്പോട്ടിരിക്കാൻ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാസമ്പന്നരായ നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറ, അവർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടെന്നാണ് അല്ലേ കുട്ടി ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഞാനതിൽ ഉദ്ദേശിക്കുന്ന മറുപടി, ഒന്നാമതായിട്ട് അർഹിക്കുന്ന അംഗീകാരം ചെറുപ്പക്കാർക്ക് കിട്ടുന്നില്ല, യുവാക്കൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ കേരള സംസ്ഥാനത്തിൽ അടുത്ത കാലത്ത് വിചിത്രമായ ഒരു സമരം നടക്കേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുവട്ടത്ത് ചെറുപ്പക്കാർ, യുവാക്കൾ, ബിരുദധാരികൾ, ധാരിണികൾ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുവട്ടത്തൂടെ ഉരുണ്ടും എഴഞ്ഞും സമരം ചെയ്തു. ഇത്രയൊക്കെ പഠിപ്പും വിവരമൊക്കെ ഉണ്ടായിട്ടും അവർക്ക് കിട്ടേണ്ടതായ തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, കൊട്ടിയടക്കപ്പെടുന്നു. അപ്പോൾ ആദ്യമായിട്ടൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുക, ഈ കൊട്ടിയടക്കപ്പെട്ട വാതിലുകൾ ചെറുപ്പക്കാർക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിക്കും. കാരണം അത് അവർക്ക് കിട്ടേണ്ട ന്യായമായ അവകാശമാണ്.
ആ ന്യായമായ അവകാശങ്ങൾ വകവെച്ച് കിട്ടണം. നമ്പർ 1. നമ്പർ 2, കൂടുതൽ ജോബ് ഓറിയൻറ്റഡായ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. ജോബ് ഓറിയൻറ്റഡ്, കുട്ടികൾക്ക് പഠിക്കുന്നതോടൊപ്പം തൊഴിൽ കിട്ടുക, പഠിക്കാൻ തന്നെ ഒരു വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നതൊക്കെ ഒന്ന് ആവശ്യമാണ്. അതിന് പറ്റിയ തൊഴിലുകളെ പറ്റി കൂടുതൽ അന്വേഷിച്ച് അത്തരം പഠന പരിപാടികൾ കൊണ്ടുവരാൻ എൻ്റേതായ തലത്തിൽ ശ്രമിക്കും. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ മുമ്പിലുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്, പുതിയ മേഖലകൾ നമ്മൾ കണ്ടെത്തണം, പുതിയ ആശയങ്ങൾ കണ്ടെത്തണം. ഇപ്പം അടുത്ത കാലത്ത് IIM എന്ന് വലിയ ഡിഗ്രി എടുത്ത് പാസ്സായ വലിയ റാങ്ക് ഹോൾഡറായ ഒരു ചെറുപ്പക്കാരൻ വയനാട്ടിൽ പോയിട്ട് ഒരു സ്വന്തം ബിസിനസ് തുടങ്ങി. കേട്ടാൽ കൗതുകം തുറത്തുന്ന അത്ര വലിയ ഏർപ്പാടൊന്നുമില്ല, പക്ഷേ നല്ല വരുമാനമുള്ള സ്ഥാപനമായിട്ടത് വളർന്നു. IIM പോലുള്ള വലിയ സ്ഥാപനത്തിന് പോയിട്ട് പുതിയ മേഖലകൾ കണ്ടെത്തുകയാണ്, പുതിയ അന്വേഷണങ്ങളാണ്. അപ്പോൾ നമ്മുടെ കൃഷി, നമ്മുടേതായിട്ടുള്ള പ്രകൃതി സമ്പത്ത്, അതൊക്കെ തന്നെ ചൂഷണം ചെയ്താൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ മേഖലകൾ കുറേ ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സമാന്തരമായിട്ടുള്ള തൊഴിലവസരങ്ങളുടെ ആശയങ്ങൾ കഴിയുന്നിടത്തോളം തുറന്നു കൊടുക്കാനും അത് സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ശ്രമിക്കും. സർക്കാരിൻ്റെ ഒരു അംഗീകാരം അതിനുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മുമ്പിൽ ഉള്ളത്. തീർച്ചയായും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും സ്വീകരിച്ച് മറ്റു നടപടികളും ആവശ്യമായതെന്തോ അത് സ്വീകരിക്കും. ബിക്കോസ് യു ആർ ദി അസറ്റ് ആൻഡ് യു ആർ ദി ക്യാപിറ്റൽ. നിങ്ങളാണ് മൂലധനം ആൻഡ് യു ആർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനുള്ള പരിശ്രമങ്ങൾ നടത്തും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സിനാൻ, കുറുവ മേഖല MSFൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ MEA പഠിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് കായിദമിലത്ത് ഇസ്മായിൽ സാഹിബ്, ബനാത്ത് വാല സാഹിബ് തുടങ്ങിയ ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട്. അതൊക്കെ ഞങ്ങളെപ്പോലുള്ള ഈ യുവതലമുറയ്ക്ക് ചരിത്രങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതോടൊപ്പം ചേർക്കാൻ അബ്ദുൽ സമദാനിയുടെ പേര് കൂടി ഉണ്ടാവുകയില്ലേ? ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഈ ദുർഭരണത്തിനെതിരെ തങ്ങളുടെ കൈവിരലുകൾ എത്രത്തോളം ചൂണ്ടും, അതിനെതിരെ താങ്കളുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് യുവ സമൂഹത്തോടൊന്ന് പറഞ്ഞുകൂടെ? This is a very intelligent question and a political question. ഇതിൻ്റെ മറുപടി കുറേയൊക്കെ എൻ്റെ രാജ്യസഭ അംഗത്വ കാലത്തുനിന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു വാഗ്ദാനമാണ്. ഞാൻ എന്ത് ചെയ്തു എന്നതിൻ്റെ റെക്കോർഡ് നിങ്ങളുടെ മുമ്പിലുണ്ട്. പാർലമെൻറ്റ് രേഖകൾ പരിശോധിക്കാം, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. മാത്രമല്ല, അടുത്ത കാലത്തായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ പാർലമെൻറ്റ് സ്പീച്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുറേ വന്നിട്ടുണ്ട്. അതിൽ കുട്ടി ചോദിച്ച ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വാഗ്വാദങ്ങൾ രാജ്യസഭയിൽ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള പ്രസംഗങ്ങൾ, ഞാൻ പോയ അന്നത്തെ പാർലമെൻ്റല്ല ഇന്നത്തെ പാർലമെൻറ്റ്, ആ വ്യത്യാസത്തെപ്പറ്റി ഞാൻ നല്ല ബോധവാനാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അന്ന് എന്നെ MP ആക്കി നിയോഗിക്കുന്നത്. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. നമ്മുടെ അഭിവന്ദരായ നേതാക്കൾ. ഈ രണ്ട് പാർലമെൻറ്റും തമ്മിൽ, രണ്ട് കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന ദുരന്തത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ഒരു കാലത്താണ് ഞാൻ MP ആയിരുന്നത്. അന്ന് ലക്ഷണങ്ങളെ തുടങ്ങിയിട്ടുള്ളൂ, രോഗം ഇമ്മാതിരി പ്രകടമല്ല. അതിനെതിരെ ഞാൻ ആഞ്ഞടിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ദിവസത്തെ പ്രസംഗം ഫേസ്ബുക്കിലുണ്ട്. ന്യൂനപക്ഷാവകാശങ്ങൾ, ബാബർ കെ ഔലാദ്, ബാബറിൻ്റെ മക്കൾ എന്ന് ന്യൂനപക്ഷങ്ങളെ പരിഹസിക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസംഗം ആരംഭിക്കുന്നത്. അതിൽ ഞാൻ പറയുന്നുണ്ട്, ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ ആർക്കുൾ പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല, ഇന്ത്യ എന്നും എല്ലാ ഇന്ത്യക്കാർക്കുള്ളതാണ്. അതുപോലുള്ള നിരവധി പ്രസംഗങ്ങളുണ്ട്. പക്ഷെ അത് മാത്രമല്ല, മറ്റു വിഷയങ്ങളുണ്ട്. ചെറുപ്പക്കാരുടെ വിഷയങ്ങളുണ്ട്, പ്രവാസികളുടെ പ്രശ്നങ്ങളുണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, നാളികേരം, റബ്ബർ, കുരുമുളക് ഒക്കെ ഉണ്ട്. പാർലമെൻറ്റ് ഇതിൻ്റെ ഒക്കെ ഇടമാണ്. പക്ഷേ ഇവിടെ ചോദിച്ച പോലെ
ഇസ്മായിൽ സാഹിബിൻ്റെ അതുപോലുള്ള നേതാക്കളുടെ പാരമ്പര്യത്തിൽ ബനാത്ത് വാല സാഹിബിനൊക്കെ എൻ്റെ സഹോദരൻ ഓർത്തത് തീർത്തും ന്യായമാണ്. അവർ ന്യൂനപക്ഷാവകാശങ്ങളുടെ കാവൽക്കാരായിരുന്നു ഇന്ത്യൻ പാർലമെൻറ്റിൽ. ഞാനും അതിൽ രണ്ട് പേരിൽ ഒരാളെ കൂടെ പ്രവർത്തിച്ച ആളാണ്. ബനാത്ത് വാല സാഹിബിൻ്റെ കൂടെ രാവിലെ പാർലമെൻറ്റിലേക്ക് പോയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പിറകെ നടന്ന ആളാണ്. അദ്ദേഹത്തെങ്ങനെ എം പിമാരിങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോൾ കൂടെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുഗാമിയായി സഞ്ചരിച്ച് അദ്ദേഹം ലോക്സഭയിലും ഞാൻ രാജ്യസഭയിലും അദ്ദേഹത്തിൻ്റെ മാർഗദർശനത്തിൽ പ്രവർത്തിച്ച ഒരംഗമാണ്. അതുകൊണ്ട് അവരുടെയൊക്കെ കാൽപ്പാടുകൾ പിൻപറ്റിക്കൊണ്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ ഇഞ്ചോടിഞ്ച് പാർലമെൻറ്റിൽ പോരാടും. അതിനെൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കും. അത് ഞാൻ വിനിയോഗിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. രാജ്യസഭയിൽ ഞാൻ സംസാരിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. ആ കുറവ് തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവസരം എല്ലാ ദിവസവും കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കുറവായതാണ്. വിഷയങ്ങളും കുറവായിരുന്നു. സഭാധ്യക്ഷന്മാർ എനിക്ക് പ്രസംഗിക്കാൻ സമയം അനുവദിച്ചിരുന്നു. സഭ സാഗൂതം ശ്രദ്ധിച്ചിരുന്നു. സഭ വിലയിരുത്തിയിരുന്നു. അതുമാത്രമല്ല, ചിലപ്പോഴൊക്കെ ലീഗ് പോലൊരു പാർട്ടിക്ക് 4 മിനിറ്റ് 5 മിനിറ്റ്, ഇവിടെ ഷെരീഫ് കുറ്റൂർ നമ്മുടെ യൂത്ത് ലീഗ് നേതാവൊക്കെ ഉണ്ട്, പ്രസിഡന്റ്, അവർക്കറിയാം, അംഗങ്ങൾക്കൊക്കെ അറിയാം. അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ തോതനുസരിച്ചാണ് നമുക്ക് സമയം ലഭിക്കുക. മാക്സിമം ലീഗിന് ഒരു 7 മിനിറ്റ് കിട്ടിയാലായി. പക്ഷേ ഞാൻ 27 മിനിറ്റ് വരെ രാജ്യസഭയിൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ വിഷയമായിരുന്നു. ഇപ്പോൾ ഈ കുട്ടി ഉന്നയിച്ച ന്യൂനപക്ഷങ്ങൾ, അവർക്കെതിരായ ആരോപണം, ഇന്ത്യൻ ബഹുസ്വരത, ഇന്ത്യൻ സെക്യുലാറിസം. അന്ന് 27 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചത് മതത്തോട് ഭീകരതയെ കൂട്ടിച്ചേർക്കരുത്. ഇസ്ലാം ഭീകരവാദം എന്നൊരാൾ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തിട്ട് സംസാരിച്ചതാണ് ഞാൻ അന്ന് 27 മിനിറ്റ്. ഇതൊക്കെ തന്നെയാണ് ഒരു മതത്തെയും, ഇസ്ലാം മാത്രമല്ല, ഹിന്ദു ഭീകരവാദമൊന്നുമില്ല, അങ്ങനല്ല, ക്രൈസ്തവ ഭീകരവാദമല്ല, ഭീകരവാദം മതമല്ല. അത് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് ആ പോരാട്ടത്തിൽ എൻ്റെ എല്ലാ കഴിവുകളും വിനിയോഗിക്കും എന്ന് ഇന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു വാക്കാണ്. വിനിയോഗിച്ചിട്ടുണ്ടെന്നും അത് കൂടുതൽ ശക്തിമത്തായി വിനിയോഗിക്കേണ്ട കാലമാണ് വന്നിട്ടുള്ളതെന്നും ആ മാറിയ സാഹചര്യത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ നിങ്ങളുടെ പ്രതിനിധിയായി അതിലൊരു മോശത്തരം വരുത്തി എന്ന് വരാത്ത രീതിയിൽ ഈ വിനീതൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, പ്രവർത്തിക്കും. നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ ഞാൻ ഈ സ്വരം, ഈ ശബ്ദം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേൾപ്പിക്കും എന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജസീൽ, MSF ജെയിംസിൻ്റെ ഭാരവാഹിയാണ്, ജെയിംസ് കോളേജ്. ചോദിക്കാൻ വന്നൊരു ചോദ്യം ഈ വേദിയിൽ ചോദിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ അത് അത്രത്തോളം പ്രസക്തമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ പ്രവർത്തകർ മാത്രയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള ഒരു തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്, യുവതലമുറയും അതുപോലെ നിങ്ങളെപ്പോലുള്ളവരാണ് ഇവിടെ ഇരിക്കണമെന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പം അങ്ങ് ഈ മലപ്പുറം ലോക്സഭയിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. നമ്മളെല്ലാവരും ഏറ്റവും ബഹുമാനിക്കണം, ഏറ്റവും പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ചൊരു ഒഴിവുക്കാണ് അങ്ങ് ഇവിടുന്ന് മത്സരിക്കുന്നത്. അപ്പം PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ചത് എന്താണെന്ന് വെച്ചാൽ അതൊരു ജനാധിപത്യത്തിലുള്ളൊരു സിസ്റ്റമാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മുമ്പും ഒരുപാട് MP-മാർ ഉപയോഗപ്പെടുത്തിയൊരു സംവിധാനമാണ്. എല്ലാത്തിലും ഉപരി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ വേണ്ട ആവശ്യകത എന്താണെന്ന് നമുക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള ഒരു പൊതുജനത്തിനും നന്നായിട്ട് അറിയാം. എങ്കിലും നമ്മുടെ എതിരാളികൾ ഈ ഒരു രാജിനെയും അതുപോലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെയും വളരെ മോശമായ രീതിയിലാണ് പൊതുജനത്തിൻ്റെ അടുത്തൊരു പ്രചരണം നടത്തുന്നതും അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധം കാര്യമായിട്ടില്ലാത്ത ആളുകൾക്കിടയിലും ഒക്കെ ഇതിനുള്ള ഒരു മോശമായിട്ടുള്ള പ്രചരണമാണ് അവർ നടത്തുന്നത്. അപ്പം നമ്മൾ ഇതിനെങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് പ്രതിരോധിക്കേണ്ടതും അവർക്ക് മറുപടി കൊടുക്കേണ്ടത്. നമ്മുടെ വിജയം സുനിശ്ചിതമാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉമ്മാരോടൊക്കെ വലിയമാരോടൊക്കെ സമാധാനി സാഹിബാണ് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഓൽക്ക് ഭയങ്കര സന്തോഷം, ഓലൊക്കെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വിജയം സുനിശ്ചിതമാണ്. എങ്കിലും നമ്മൾ പൊതുജനത്തിനോടും അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമില്ലാത്ത ആരും കുറ്റപ്പെടുത്തല്ല, അങ്ങനെയുള്ള ആളുകളോടും നമ്മൾ എങ്ങനെയാണ് ഇതിനെ രാഷ്ട്രീയപരമായിട്ട് പ്രതിരോധിക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്.
നല്ല ചോദ്യമാണ്. ചോദ്യമൊക്കെ ചോദിക്കാമല്ലോ, നമുക്ക് ആൻസർ ഉണ്ടല്ലോ. നമ്മുടെ പാർട്ടിക്ക് ആൻസർ ഉണ്ട്. മറുപടിയുള്ള പാർട്ടിക്ക് ചോദ്യത്തെ ഭയക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ കുട്ടി ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രത്യേകത, അതിൽ ആൻസർ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആദ്യ കുട്ടി എന്താ മോൻ്റെ പേരെന്താ പറഞ്ഞു? ജസീലിൻ്റെ ആദ്യ ഭാഗം ചോദ്യത്തിനുള്ള മറുപടിയാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് പങ്കജ് ഉദാസ്, അത് കേട്ടിട്ടുണ്ടാവും, വലിയ ഗസൽ ഗായകനാണ്. അദ്ദേഹം പാടിയ ഒരു ഉറുദു ഗസലുണ്ട്, അതിലൊരു വരിയ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അടുത്ത കാലത്ത് അതിൻ്റെ മലയാള പരിഭാഷയോടത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു, കോവിഡ് വന്നപ്പോൾ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു, കോവിഡായിട്ട് കണക്റ്റഡായ 1-2 കാര്യങ്ങൾ അതിലുണ്ട്. വരി ഇതാണ്: മത്ലബ് ചുപി ഹുവി ഹൈ യഹാ ഹർ സവാൽ മേ, മത്ലബ് ചുപി ഹുവി ഹൈ യഹാ ഹർ സവാൽ മേ, सोच कर दो जवाब ज़माना ख़राब है. ഇതാണ് ആ വരി. മത്ലബ് ചുപി ഹുവി ഹേ യഹാ ഹർ സവാലുമേ. ഇവിടുത്തെ ഓരോ ചോദ്യത്തിനകത്തും അതിൻ്റെ ഉദ്ദേശവും മറുപടിയും ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് ചിന്തിച്ചിട്ട് മറുപടി പറയണമെന്നാണ് ആ വരി പറയണത്. ഈ ചോദ്യത്തിൽ മറുപടി ഉണ്ട്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തിന് കേരളത്തിലേക്ക് വന്നു, അത് ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതിൻ്റെ സാഹചര്യം പറയണത്. എനിക്ക് ഒറ്റ വാക്ക് പറയാനുള്ളത്, അതൊരു പൊളിറ്റിക്കൽ നെസസിറ്റിയാണ്, ഒരു രാഷ്ട്രീയമായ അനിവാര്യതയാണ്. മുസ്ലിം ലീഗ് തീരുമാനിച്ചു, കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനിച്ചു. UDF തീരുമാനിച്ചു. UDF കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരാനൊരു രാഷ്ട്രീയ മാറ്റത്തിന് ഒരുങ്ങുകയാണ്. അതിൻ്റെ വക്കത്ത് വെച്ച് അത്തരമൊരു ചിന്തക്കും ആലോചനക്കും വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. UDF അതിനെ സ്വാഗതം ചെയ്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേരള രാഷ്ട്രീയത്തിലാണ് നേരത്തെ ഉണ്ടായത്. ഈ ഇടക്കാലത്ത് അഹമ്മദ് സാഹിബിൻ്റെ നിര്യാണശേഷം അദ്ദേഹത്തെ പോലെ കരുത്തനായൊരു നേതാവ് ഡൽഹിയിൽ ഉണ്ടാകണമെന്ന് ലീഗിന് തീരുമാനിച്ചു. പക്ഷേ കേരള രാഷ്ട്രീയ ഒരു മാറ്റത്തിന് ഒരുങ്ങുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ മാറ്റത്തിന് ചുക്കാൻ പിടിക്കണം. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റിയൊന്നും ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. അദ്ദേഹത്തിൻ്റെ ഡൈനാമിസം, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ ഇടപെടാനുള്ള ശക്തി, അദ്ദേഹത്തിൻ്റെ ധടുതിയിൽ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ചടുലത, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലീഡർ മാത്രമല്ല, ഈ UDFനകത്ത് PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു ലീഡർ മാത്രമല്ല, ഒരു വിളക്ക് ചെറുക്കുന്ന കണ്ണി കൂടിയാണ്. ഒരു വിളക്ക് ചെറുക്കുന്ന കണ്ണിയാണ്. അത് ലീഗിന് അഭിമാനമാണ്, UDFന് അഭിമാനമാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആലോചിച്ചു, ആ തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിൻ്റെ ഗുണം കഴിഞ്ഞ 3-4 മാസം കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമാണ്. അതിൻ്റെ അർത്ഥം UDFൽ വേറെ നാഥന്മാരില്ലാന്നോ നേതാക്കന്മാരില്ലാന്നോ ഒന്നുമല്ല, പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽപ്പെട്ട പ്രഗത്ഭനായ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ആ ശ്രേണിയിൽ ഉണ്ടാവണം. കഴിഞ്ഞ UDFൻ്റെ മിനിസ്ട്രി ഓർത്താൽ മതി അത് മനസ്സിലാക്കാൻ. കഴിഞ്ഞ UDFൻ്റെ മിനിസ്ട്രി പരിഹസിച്ചുകൊണ്ട് ചിലർ പറഞ്ഞത്, ചിലരല്ല എതിർപക്ഷത്തുള്ളവർ പറഞ്ഞത്, പാല മലപ്പുറം, പുതുപ്പള്ളി പാല മലപ്പുറം എന്നാണ്. ഉമ്മൻചാണ്ടി, KM മാണി, കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. മലപ്പുറത്തേക്ക്, മലബാറിലേക്ക് വികസനം കൊണ്ടുവന്നതിലുള്ള ചിലരുടെ കണ്ണുകടിയായിരുന്നു അത്. അങ്ങനെയുള്ള നേതാക്കന്മാർ UDFൻ്റെ തിരിച്ചുവരവിൽ പങ്കുവഹിക്കണം എന്നുള്ള ലീഗിൻ്റെ തീരുമാനം മലയാളി സമൂഹം ഇന്ന് വേണ്ട പോലെ ഉൾക്കൊണ്ടു. ആദ്യം സ്വല്പം അതിലാർക്കെങ്കിലും ശങ്ക തോന്നിയെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് മീഡിയ വരെ അത് അംഗീകരിച്ചു. നമ്മുടെ മാധ്യമ ലോകം അവർക്ക് കാണാൻ കഴിയുന്നല്ലോ ഇത്. ഇപ്പം ഇന്നലെ ഞാൻ രാത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ വേങ്ങര മണ്ഡലത്തിലൊരു പരിപാടിയിൽ ഷെരീഫ് കുറ്റൂരിൻ്റെ നാട്ടിൽ ഒതുക്കുങ്ങലും വേങ്ങരി പറപ്പൂരും കഴിഞ്ഞിട്ട് അദ്ദേഹം നേരെ ട്രെയിനിൽ തെക്കോട്ട് വിട്ടു. 140 മണ്ഡലങ്ങളിലും ആവശ്യമുള്ളൊരു ലീഡറാണ് അദ്ദേഹം. അങ്ങനെയുള്ളൊരു ലീഡർഷിപ്പ് കേരളത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിൻ്റേതായ ഗുണം UDFന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി രാഷ്ട്രീയ മാറ്റത്തിന് തീർച്ചയായും അതിൻ്റെ ഒരു പങ്കുണ്ടാവും. പിന്നെ ജസീൽ ചോദിച്ചത്, ഇതിനെ എതിരാളികളുടെ മുമ്പിൽ എതിരാളികൾ ഇതിങ്ങനെ പറയുമ്പോൾ, എതിരാളികൾ ഇത് തന്നെ പറയുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമല്ലേ, അവർക്ക് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണിത് പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, ഒരു ഐഡിയോളജിക്കൽ ക്വസ്റ്റ്യൻ
നാടിൻ്റെ പ്രശ്നം പറയാൻ ഇല്ലാത്തതുകൊണ്ടല്ലേ. ചിലർ പാർലമെൻറ്റിലേക്ക് വരെ മത്സരിക്കുമ്പോൾ ഇതേ ഉള്ളൂ പറയാൻ. ഇതാണോ ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ? ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ഇതാണോ? ഒരിക്കലും അല്ല. അപ്പോൾ അത് അവരാണ് ഒളിച്ചോടുകയാണ്. അതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ അല്പം ഒരു ചരിത്രം, വർത്തമാനകാലം. ഇത് മുമ്പുണ്ടായിട്ടുണ്ട്. ഇവിടെ ഉള്ളവർ അങ്ങോട്ടും അവിടെ ഉള്ളവർ ഇങ്ങോട്ടും. ഇപ്പോൾ CH, നിങ്ങളൊക്കെ മനസ്സിലുള്ള മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ്, കേരളത്തിലെ മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി വരെ ആയ CH ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ CH ഡൽഹിയിൽ പോയി തിരിച്ചു വന്നു, MP ആയി തിരിച്ചു വന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആ കാലത്ത് CH. ആ ചരിത്രം ലീഗിന് തന്നെ മുമ്പുണ്ട്. പിന്നെ ഇപ്പോഴായി തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ ഈ പറയുന്നവരൊന്നും ബഹളമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. നേമത്തേക്ക് ഒരു നമ്മുടെ MP ആയ ശ്രീ മുരളീധരൻ വന്നിട്ട് മത്സരിക്കുന്നു. എന്താണ്? നേമത്ത് UDF-ന് ഒരു പോരാളിയായ സ്ഥാനാർത്ഥിയാക്കിയിട്ട് അവിടെ സമർപ്പിക്കാൻ, വർഗീയ ശക്തികളെ നേരിട്ട് തോൽപ്പിക്കാൻ മുരളിക്ക് കഴിയുന്നു വന്നപ്പോൾ മുരളിയെ തിരിച്ചു വിളിച്ചു. അപ്പം ഇത് രാഷ്ട്രീയമായ അനിവാര്യതയാണ്. നമുക്കതിന് ആൻസർ ഉണ്ട്. പിന്നെ നമ്മുടെ വോട്ടർമാർ, ജസീൽ തന്നെ പറഞ്ഞ മാതിരി, ജസീൽ പറഞ്ഞല്ലോ, നമ്മുടെ ആളുകൾ, ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് ഈ കാര്യത്തിൽ. ആ പ്രബുദ്ധത തന്നെയാണ് നമ്മുടെ കൈമുതൽ അവരിത്തരം ദുരുപദിഷ്ടമായ ബാലിശമായ കാര്യങ്ങളെ അത് അർഹിക്കുന്ന രീതിയിൽ അവഗണിക്കും. യെസ് പ്ലീസ്. ആ മൈക്ക്. നിങ്ങൾക്കാർക്കും വിശക്കണില്ല? ആണെന്നില്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ അവരെ കാര്യം ചോദിച്ചു. ഞാനും ഭക്ഷണം കഴിച്ചില്ല. പക്ഷേ ഐ എം നോട്ട് ടയേർഡ്. വെൻ യു ആർ നോട്ട് ടയേർഡ്, ഐ എം നോട്ട് ടയേർഡ്. ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തെ സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്ത്? എന്താ ഈ പ്രശ്നം? ഓക്കെ, പുതിയ വിദ്യാഭ്യാസ കേന്ദ്ര ഗവൺമെൻറ്, നല്ലൊരു ചോദ്യം. വെരി ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻ. കൺഗ്രാജുലേഷൻ. എല്ലാ ചോദ്യവും ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് യു ആർ ഇൻ്റലിജൻറ്റ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതിന് മറുപടി എന്താ? ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. ഇന്ത്യയെ തകർക്കാനുള്ള, ഭാവി ഭാരതത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ആ വിദ്യാഭ്യാസ പരിഷ്കരണം. ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് കുട്ടികളെപ്പിടുത്താണ്. ക്യാച്ച് ദ യങ് എന്നാണ് ഇതിന് പറയാ. ക്യാച്ച് ദ യങ്. പണ്ട് റോട്ടിൽ കൂടി പൊക്കണായിട്ട് ആളുകൾ പോകുമ്പോൾ മാതാക്കൾ കുട്ടികളോട് പേടിപ്പിക്കാൻ വേണ്ടി പറയും, ചോറ് തിന്നോ, കുട്ടികളെപ്പിടുത്തക്കാർ വരുന്നുണ്ട്. ഇത് കുട്ടികളെപ്പിടുത്താണ്. ഭാവി തലമുറയെ പിടിച്ചിട്ട് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് മതേതരത്വത്തിൽ നിന്നും ബഹുസ്വരതയിൽ നിന്നും ഇന്ത്യയുടെ ദേശീയ പൈതൃകത്തിൽ നിന്നും അവരെ അകറ്റി അവരെ മറ്റു രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഒരു റിസൾട്ട് എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനെ ചെറുത്ത് തോൽപ്പിക്കും ഇന്ത്യയുടെ ക്യാമ്പസും, അതിനെ ചെറുത്ത് തോൽപ്പിക്കും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ. ഈ കുട്ടി ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ നാളെ അവിടെ മുഴക്കും. നിങ്ങളുടെ പിന്തുണയോടെ അത് ചോദ്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ് ആ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്, സർവശക്തൻ അനുഗ്രഹിച്ചാൽ. നിങ്ങളെ വിഷൻ ആൻഡ് അംബിഷൻ എന്താണ്? മൈ വിഷൻ ഈസ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ബൗണ്ട്ലെസ് ഹ്യൂമാനിറ്റി, ബൗണ്ട്ലെസ്, അതിർത്തിയില്ലാത്ത മനുഷ്യത്വം. വിത്തൗട്ട് എനി ബാരിയേഴ്സ്, തടസ്സങ്ങളില്ലാത്ത, എല്ലാവരും ആദരിക്കപ്പെടുന്ന, എല്ലാവർക്കും തുല്യ നീതി ലഭിക്കുന്ന, ആരും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടു എന്നതിൻ്റെ പേരിൽ അന്യായത്തിന് വിധേയമാകാത്ത, ഒരു നിരപരാധിയോടും അനീതി ചെയ്യാത്ത, ഒരു നിരപരാധിയുടെ ഒരു തുള്ളി രക്തം മണ്ണിലൊഴുകാത്ത, എല്ലാ മനുഷ്യരും ബഹുമാനിക്കപ്പെടുന്ന, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നുവെന്ന ദൈവിക ഗ്രന്ഥത്തിലെ പ്രഖ്യാപനം പോലെ എല്ലാവരും ഓണർ ചെയ്യപ്പെടുന്ന ഒരു വിഷൻ. ആൻഡ് മൈ അംബിഷൻ,
എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ നാട്, എൻ്റെ ജനം, എൻ്റെ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ, അവർക്ക് സാമൂഹിക സമത്വം, അവർക്ക് നീതി, അവർക്ക് ക്ഷേമകരമായ ജീവിതം, നമ്മുടെ ജനങ്ങൾക്ക് അവരുടെ ആഗ്രഹിക്കുന്ന ജീവിതം ജീവിക്കാനുള്ള അവകാശം, the life they cherish, the life they dream, the life they adore, to achieve that life, that is my ambition. എന്താ പേര് പറഞ്ഞില്ല? പേര് എന്തിനു പഠിക്കണം? ഓക്കെ. ഇതിപ്പോൾ ഏതൊക്കെ കോളേജിലുള്ളവരാണ് അവിടെ ഉള്ളത്? മങ്കട മണ്ഡലം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫാത്തിമ ബത്തൂൽ. അപ്പോൾ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലേ കേട്ട് വളരുന്നത് ഓരോ പീഡന കഥകൾ കേട്ടുകൊണ്ടാണ്. സൗമ്യയിൽ തുടങ്ങി നിർഭയ, ഇപ്പോൾ വാളയാർ പാലത്തായിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് എന്നാണ് ആരെയും പേടിക്കാതെ എന്നുള്ളതിനേക്കാൾ സുരക്ഷിതമായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം എല്ലായിടത്തും നടക്കാൻ, അല്ലെങ്കിൽ ഇതന്നെ സുരക്ഷിതമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് എന്നാണ് ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് നടക്കാൻ സാധിക്കുക? അതോടൊപ്പം തന്നെ ഇതൊരു എല്ലാവരും പറയുന്ന പോലെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ള പതിവ് പല്ലവിയിൽ ഒതുക്കാതെ ഞങ്ങൾക്ക് എന്നാണ് ഇതിന് സാധിക്കുക? താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇതിനു വേണ്ടിയിട്ട്, ഞങ്ങളെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടാവും എന്നൊക്കെയാണ് ചോദിക്കാനുള്ളത്. താങ്ക് യു. വളരെ കാലികമായ ചോദ്യമാണ്. ഇന്ത്യയിൽ വളരെയേറെ നമ്മുടെ നാട്ടിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ സ്വരമാണ് ഈ സഹോദരിയിലൂടെ നമ്മൾ കേട്ടത്. തീർച്ചയായും ഈ കാര്യത്തിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ ദാർശനികവും തത്വചിന്താപരവുമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ലോങ് റണ്ണിലുള്ള റിപ്ലൈ ആണ്, അതിൻ്റെ ഇമ്മീഡിയറ്റ് ആക്ഷൻ. ആ കാര്യത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന നടപടി എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വീണ്ടും പറയാനുള്ളത്, പാർലമെന്റിൽ പോരാടും, സ്ത്രീ സമൂഹത്തിന് വേണ്ടി പോരാടും. കുടിച്ചു മൂടപ്പെടുന്ന പെൺകുട്ടിക്ക് മോചിപ്പിച്ച ദർശനത്തിൻ്റെ അതുപോലുള്ള നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ ദുശാസനൻ്റെ വസ്ത്രാക്ഷേപത്തിൽ നിന്ന് ദ്രൗപദിയെ രക്ഷിച്ച ശ്രീകൃഷ്ണൻ്റെ നാടാണ് ഭാരതം. ആ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഈ അക്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് പാർലമെന്റിലാണ്. പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമാണ് സ്ത്രീയുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം. അത് നടത്തും. ഇതാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് അത് പെൺകുട്ടികളോടാണ്. സംഗതി വളരെ ശരിയാണ്. കഴുകന്മാരുടെ കരങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും, കഴുകന്മാരുടെ നഖങ്ങൾ, കൊക്കുകൾ നമ്മുടെ പെൺകുട്ടികളുടെ ചുറ്റുവട്ടത്തും ഉണ്ട്. പക്ഷേ അതിനെ ചെറുക്കാനുള്ള മറ്റു നടപടികളൊക്കെ ഉണ്ടാവണം. ഭരണകൂടം ജാഗ്രത പാലിക്കണം. ക്രമസമാധാന പാലകരുടെ ഭാഗത്ത് നിന്ന് നീതി ഉണ്ടാവണം. നീതിന്യായ പീഠങ്ങൾ നീതി ചെയ്യണം. നീതി നടപ്പിലാക്കാൻ ജാഗ്രത പാലിക്കണം, ഒക്കെ വേണം. അതോടൊപ്പം സ്ത്രീ ശക്തി, പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തണം, ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ ഉയർത്തണം. എന്നാണിതൊന്ന് അവസാനിക്കാന്നാണ് ഈ പെൺകുട്ടി ചോദിച്ചത്. അതിനുള്ള ഏറ്റവും നല്ല വഴി സ്വയം ആക്രമിക്കപ്പെടാത്ത, ഒരു കഴുകനും ഒതുങ്ങാത്ത വ്യക്തിത്വത്തിൻ്റെ ജ്വാലയായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കണം എന്ന് ഞാൻ പറയാം. ദൂരേന്ന് നോക്കുമ്പോൾ ഒരു വെള്ളത്തുള്ളിയും ഒരു വജ്രവും സമാനമാണ്. വജ്രം തന്നെയാണ് രത്നം. രണ്ടും ദൂരെ നോക്കുമ്പോൾ ഒരുപോലെ തിളങ്ങും. ഒരു തുള്ളി വെള്ളം, നിങ്ങൾ നല്ല സൂര്യവെളിച്ചത്തിൽ ഒരു തുള്ളി വെള്ളം കണ്ടാൽ ചിലപ്പോൾ മഴവില്ലിൻ്റെ വർണ്ണരാജി വിടർത്തി അത് നിങ്ങളെ വിസ്മയിപ്പിക്കും. അത് തന്നെയാണ് രത്നം, പ്രകാശിക്കും. പക്ഷെ അടുത്ത് പോയി തൊട്ട് നോക്കുമ്പോൾ വ്യത്യാസം അറിയാം. എന്ന മാതിരി ഒരു പക്ഷി തമ്മിലുള്ള വ്യത്യാസം, വെള്ളത്തുള്ളി ഏത് പക്ഷിക്കും കൊത്തിയെടുക്കാം, രത്നമാണ് കൊത്തുന്നതെങ്കിൽ പക്ഷി ചത്തുപോകും. അങ്ങനെ വജ്ര സമാനമായ ശക്തിപ്രഭയായി സ്ത്രീ മാറുക എന്ന് പറയുന്നതും ഞാൻ എൻ്റെ സഹോദരിമാരോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ പ്രതിസന്ധിയെ ശാശ്വതമായിട്ട് പരിഹരിക്കാനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ അതും കൂടി നമ്മൾ നമ്മുടെ പെൺകുട്ടികളിൽ വളർത്തിയെടുക്കണം. പിന്നെ വിദ്യാഭ്യാസം തന്നെയാണ്.
അപ്പം നിങ്ങളൊക്കെ ഈ മാതിരി കോൺഫിഡൻസിലാണ് നടക്കുന്നത്. കോൺഫിഡൻസ് ലെവല് വളരെ ഉയർന്നതാണ്. നമ്മുടെ ഈ വിമാനത്താവളത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ വിമാനം ഇറങ്ങും, പെട്ടിയെടുക്കും. ഇപ്പം നമ്മളെ നാടും അങ്ങനെ ആയി. ഇപ്പം പെൺകുട്ടികളൊക്കെ എത്രയോ ആയി. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. നേരെ ബാഗ് എടുക്കും, ഇറങ്ങും, പോവും, ടിക്കറ്റ് എടുക്കും, വിമാനം കയറും. ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി വല്ല പോർട്ടർമാരോ മറ്റോ വന്നാൽ പറയും, ലെറ്റ് മീ ഹെൽപ്പ് മിസെൽഫ്, എന്നെ സഹായിക്കാൻ എന്നെ അനുവദിച്ചാലും എന്നും പറഞ്ഞിട്ട് അവർ മറ്റുള്ളവരുടെ സഹായമെല്ലാം ഔദാര്യപൂർവ്വം സ്നേഹപൂർവ്വം തിരസ്കരിക്കും. ആ ലെവൽ എന്ന് പറയുന്നത് അവർ നേടിയ ഒരു കോൺഫിഡൻസ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ അടുത്ത കാലത്ത് വളരെ ഉയർത്തിയത് നിങ്ങൾ വിദ്യാഭ്യാസത്തിൽ നേടിയ മുന്നേറ്റമാണ്. ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് പിറകിൽ ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗും UDFുമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ രാഷ്ട്രീയത്തോട് ബന്ധമുണ്ട് ഈ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി. ഇനി മതിയാക്കല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ കണ്ടിട്ടല്ല ഞാൻ മതിയാക്കാൻ പറയണത്. നിങ്ങളെ കുറേ സമയം ഞാൻ ഇരുത്തി, ഞാൻ എത്താൻ വൈകിയതുകൊണ്ട് 1:45 ചോദിച്ചോ, പറഞ്ഞോ. ഒരു മിനിറ്റ്, നമ്മൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളൊരു 1:30 ഇത് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് കരുതിയത് 1:45 ആയി. അത് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് പ്ലീസ്. എൻ്റെ പേര് മുഹമ്മദ് കലീം. ഞാൻ കൂട്ടിലങ്ങാടി പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ സെൻറ്റ് മേരീസ് കോളേജിൽ PG വിദ്യാർത്ഥിയാണ്. ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പോൾ കൊറോണൻ്റെ മുമ്പ് നമ്മളെ ഇന്ത്യയിൽ കുറേ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് CA NRC എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം കൊറോണ വന്നതോടുകൂടി അതൊരു താൽക്കാലികമായിട്ടൊരു ശമനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും നമ്മളെ ആഭ്യന്തരമന്ത്രി പിന്നെയും അത് CA NRC ഈ കൊറോണയ്ക്ക് ശേഷം നിർബന്ധമായിട്ടും നടപ്പിലാക്കും എന്നുള്ളൊരു പ്രസ്താവന പറഞ്ഞിരുന്നു. അതിന് പുറമെ ഇപ്പോൾ അടുത്ത് പത്രത്തിൽ വായിച്ചിരുന്നു, നമ്മളെ രാജ്നാഥ് സിംഗ് 2024 കൂടി ഏക സിവിൽ കോഡും ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു രാജ്യത്ത് ഏക സിവിൽ കോഡും പിന്നെ ഇത്തരത്തിലുള്ള CA NRC ഇഷ്യൂ ഇതൊക്കെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള ആ ഒരു ഇത് എത്രത്തോളം ഇതുണ്ട്, നടപ്പിലാക്കുന്നുള്ളത് എത്രത്തോളം ഒരു ഷുവർട്ടി ഉണ്ട് ആണ് എൻ്റെ ചോദ്യം. അല്ല, ആ ചോദ്യത്തിൽ പറഞ്ഞതൊക്കെ ശരിയാണ്. വീണ്ടും അത്തരം അജണ്ടകൾ, അത്തരം കാര്യക്രമങ്ങൾ അവർ പൊടി തട്ടിയെടുത്ത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ട്. അത് അവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ശ്രമങ്ങളെ മതേതര ഇന്ത്യ അനുവദിക്കില്ല. ഇന്ത്യയുടെ ഹൃദയം മതേതരമാണ്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ് അത്തരം ശ്രമങ്ങൾ. അതിനെ ചെറുത്ത് തോൽപ്പിക്കും ഇന്ത്യയിലെ മതേതര ശക്തികൾ. അതിൻ്റെ പോരാട്ട വേദിയാണ് ഇന്ന് ഇന്ത്യയുടെ പാർലമെൻറ്റ്. ആ പോരാട്ട വേദിയിലെ പോരാട്ടത്തിന് ശക്തി പകരാനാണ് മലപ്പുറത്തിന് ഇന്ന് ലോക്സഭയിലേക്ക് ഈ വിനീതൻ മത്സരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ പ്രതിനിധിയായി തീർച്ചയായും അതിനെ ചെറുത്ത് തോൽപ്പിക്കും. ഈ ചോദ്യത്തിനുള്ള മറുപടിയിൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. നല്ലൊരു ചോദ്യമാണത്. ഏക സിവിൽ കോഡ് ഇവിടെ പറഞ്ഞു, പൗരത്വത്തിൻ്റേത് പറഞ്ഞു. ഈ ഏക സിവിൽ കോഡ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പൗരത്വം അടുത്ത് തുടങ്ങിയതാണ്. ആരാണ് ഏത് കാലവും ഇതിനെതിരെ രംഗത്ത് വന്നത്? മതേതര ശക്തികളാണ്. തൽക്കാലം കുളം കലയ്ക്ക് മീൻ പിടിക്കാൻ വരുന്നവരല്ല, പുത്തൻ കൂറ്റുകാരല്ല. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിനെ എന്നും ചെറുത്ത് തോൽപ്പിച്ചു പോകുന്നത് ഇന്ത്യയുടെ മതേതര ശക്തികളാണ്. ആ മതേതര ശക്തികളിൽ നിന്ന് വെറുതെ എവിടെയും തൊടാതെ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ തലപ്പത്ത് കോൺഗ്രസ്സാണ്. അതിൻ്റെ തലപ്പത്ത് കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിനെ താഴെ ഇറക്കിയാലേ ഇന്ത്യ രക്ഷപ്പെടൂ എന്ന് കഴിഞ്ഞ 10-70 കൊല്ലക്കാലം പറഞ്ഞവർ ഇന്ത്യയെ എവിടെ കൊണ്ടുപോയി ചെന്നെത്തിച്ചു എന്നുള്ളതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ചോദ്യത്തിൽ മുഴങ്ങിയ ഈ ദുരിതങ്ങളെല്ലാം. കോൺഗ്രസിനെ താഴെ ഇറക്കണമെന്ന് പറഞ്ഞവർ ഇന്ത്യയെ ഏത് ദുരന്തത്തിൽ എത്തിച്ചു എന്നതിൻ്റെ അങ്ങേ അറ്റമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം മതേതര ശക്തികളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. മതേതര ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് ഇതിനെ, ഈ ഫാഷിസ്റ്റ് വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുക എന്നതാണ്. അതാണ് ഇന്നും ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് ചെയ്തു പോകുന്നത്. തീർച്ചയായും ആ മതേതര ശക്തികളുടെ പോരാട്ട വേദിയാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ്.
കഴിഞ്ഞ കാലത്ത് നമ്മുടെ മുൻഗാമികൾ മലപ്പുറത്ത് നിന്നിൻ്റെ പ്രതിനിധികൾ ചെയ്തത് ഈ പോരാട്ടത്തെ ശക്തിപ്പെടുത്തലാണ്. ആ മാർഗം പിന്തുടരുന്നുമെന്ന് മാത്രമല്ല, ഇന്ത്യയുടെ മതേതരത്വത്തിനെതിരായ ഏതൊരു ശ്രമത്തെയും ചെറുത്ത് തോൽപ്പിക്കാൻ ആ പോരാട്ടവേദിയിൽ അങ്ങേയറ്റം അതിനുവേണ്ടി സ്വയം നമ്മൾ സമർപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് എൻ്റെ ആ അനുജ സഹോദരനോട് പറയുവാനുള്ളത്. ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിൽ പ്രതികരിക്കാനുള്ളത്. The last question. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ മൂർക്കനാട് പഞ്ചായത്തിൽ നിന്ന് വരുന്ന ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻ ഈ കാർഷിക ബില്ലിനെ കുറിച്ചാണ്. അതിനോടുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിനെ ഏത് രീതിയിൽ നിങ്ങൾ ചേർത്ത് നിൽക്കും? അതിനോടുള്ള നമ്മുടെയൊക്കെ അഭിപ്രായം വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. വൻ കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇവർ അധികാരത്തിൽ വന്നതിൻ്റെ ടാർജറ്റ് കാഷ്വാലിറ്റി, പല കാഷ്വാലിറ്റി ഉണ്ട്. അതിലൊരു കാഷ്വാലിറ്റി അഗ്രികൾച്ചറാണ്, കൃഷിയാണ്. കൃഷി ഇന്ത്യയുടെ നട്ടെല്ലാണ്. അതുകൊണ്ടാണ് കർഷകർ സമരരംഗത്തിറങ്ങേണ്ടി വന്നത്. ആ ബില്ല് പ്രതിലോമപരമായിട്ടുള്ള ബില്ലാണ്, അതിന് എതിർക്കപ്പെടേണ്ടതാണ്. ഞാൻ ഇത് ചോദിച്ച എൻ്റെ അനുജനോടൊരു കാര്യം പങ്കുവെക്കുകയാണ്. ഈ കൃഷിയെ അവഗണിച്ചാൽ അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തം അതിഭീകരമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണെന്നറിയോ നിങ്ങൾ? വൈദ്യുതിയല്ല. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്കവറി ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമാനിറ്റി, ദാറ്റ് ഈസ് അഗ്രികൾച്ചർ. കൃഷിയാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇത് ഞാനിവിടെ ഇരുന്ന് പറയല്ല, മക്കരപ്പറമ്പിൽ MSFൻ്റെ ഈ ഒരു ഡിഫൻസ് എന്ന പരിപാടി ഇത് വലിയ വലിയ എഴുത്തുകാർ, ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ രാജ്യസഭാ പ്രസംഗം കഴിഞ്ഞ ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിലൊരു ഭാഗം കേട്ടത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. എൻ്റെ രാജ്യസഭാ പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഈ കൃഷി അവഗണിച്ചാൽ, കർഷകരെ അവഗണിച്ചാൽ, അന്നാണത് വർഷങ്ങൾക്ക് മുമ്പ്, ഈ കൃഷിക്കാർ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ തിരിയുന്ന കാലം അനധിവിദൂരമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ സംസാരിച്ചതായതുകൊണ്ട് പറയല്ല, കൃഷിയെ അവഗണിക്കുന്നത് അത്ര വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ ബില്ല് ഇന്ത്യ ഭരിക്കുന്ന ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര വ്യക്തമാക്കുന്ന ബില്ലാണ്. അവർ കൃഷിക്കെതിരാണ്, പാവപ്പെട്ട കർഷകർക്കെതിരാണ്, തൊഴിലാളികൾക്കെതിരാണ്. അവരാകെ അനുകൂലിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളെ മാത്രമാണ്. അതുകൊണ്ട് അത്തരം പ്രതിലോമപരമായ ബില്ലുകളെ ഇന്ത്യൻ പാർലമെൻറ്റ് ചെറുത്ത് തോൽപ്പിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. ഇത് പറയുമ്പോൾ തോന്നിയേക്കോ അതിനിപ്പോൾ സ്കോപ്പുണ്ടോയെന്ന്. സ്കോപ്പ് ഇന്നല്ലെങ്കിൽ നാളെ വരും. രാത്രിയുടെ ഇരുണ്ട ഗർഭത്തിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചുയരുന്നത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു പുതിയ പ്രഭാതം വരും, പുതിയ ഒരു ഇന്ത്യ ജനിക്കും. ഇനിയിപ്പോൾ കവിതൊക്കെ ആയാൽ വിശന്ന വയറിനോട് കവിത ചൊല്ലുന്നത് ചൊല്ലാൻ എൻ്റെ ശബ്ദം തീരെ ശരിയല്ല. എന്നാലും ഞാൻ ചൊല്ലാം. ये दौलत भी ले लो, ये दौलत भी ले लो, ये शोहरत भी ले लो, ये दौलत भी ले लो, ये शोहरत भी ले लो, भले छीन लो मुझसे मेरी जवानी, भले छीन लो मुझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, वो कागज़ की कश्ती, वो बारिश का पानी, वो कागज़ की कश्ती, वो बारिश का पानी, ये दौलत भी ले लो,
എൻ്റെ സമ്പത്ത് കൊണ്ടുപോയിക്കോ. യേ ഷോഹറത്ത് ബിലേലോ, എൻ്റെ പ്രശസ്തി കൊണ്ടുപോയിക്കോ. ഭലേ ചീനലോ മുജ്സെ മേരി ജവാനി, എൻ്റെ യൗവനം എന്നിൽ നിന്ന് കവർന്നെടുത്തോ. എൻ്റെ സമ്പത്തോ പ്രതാപോ കൊണ്ടുപോയിക്കോ, എൻ്റെ യൗവനം കൊണ്ടുപോയിക്കോ. ഒരു 9ാം ക്ലാസ്സുകാരൊരു ചോദ്യം ചോദിച്ചു. അവൻ്റെ കാലത്തേക്ക്, അവനേക്കാൾ കുറഞ്ഞ കാലത്തേക്ക്, അവൻ എന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ടാണേ. നമ്മളൊക്കെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സാണ് ഈ വരി ഉദ്ധരിക്കുന്നത്. ഭലേ ചീനലോ മുജ്സെ മേരി ജവാനി മഗർ മുझको लौटा दो बचपन का सावन, പകരം എനിക്ക് തിരിച്ചു തരുമോ എൻ്റെ കുഞ്ഞുനാളുകൾ. ഓ കാഗസ് കി കഷ്തി, എൻ്റെ കുഞ്ഞുനാളിലെ കടലാസ് തോണി. ഓ കാഗസ് കി കഷ്തി ഓ ബാരിഷ് ക പാനി, ഓ കാഗസ് കി കഷ്തി ഓ ബാരിഷ് ക പാനി. ആ മഴവെള്ളവും കടലാസ് തോണിയും തിരിച്ചു തരുമെങ്കിൽ യൗവനം കൊണ്ടുപോയിക്കോ, പ്രശസ്തി കൊണ്ടുപോയിക്കോ, എൻ്റെ മുതൽ കൊണ്ടുപോയിക്കോ. കുഞ്ഞുനാളിലേക്കുള്ള ഒരു നൊസ്റ്റാൾജിയ നമ്മളൊക്കെ മനസ്സിലുണ്ട്. വി ആർ ആൾ നൊസ്റ്റാൾജിക് ഇൻ ദി വെരി എസൻസ് ഓഫ് ലൈഫ്. ഐ കൺഗ്രാജുലേറ്റ് യു, ഐ താങ്ക് യു, ഐ താങ്ക് യു. വളരെ നല്ല ഒരു, വളരെ ലൈവായ ഒരു മനോഹരമായ, ഇപ്പോൾ കണ്ടങ്ങൾ വെയിലൊക്കെ പോയി മേഘങ്ങൾ തണൽ വിരിച്ചു, ഒരു ഇളങ്കാറ്റ് വീശി. ഇങ്ങനെ നാട് മാറും, കാലം മാറും, പുതിയ പിറവി, പുതിയ കുളിർകാറ്റായി നമ്മെ തലോടാനെത്തും. നിങ്ങൾക്കൊക്കെ എൻ്റെ ആശംസകൾ, വിജയാശംസകൾ. ശുഭമംഗളോദയം അണിഞ്ഞൊരുങ്ങി അതിൽ ശുക്രദശായോഗം അതിൽ തുടങ്ങി. ശുഭമംഗളോദയം അണിഞ്ഞൊരുങ്ങി അതിൽ ശുക്രദശായോഗം അതിൽ തുടങ്ങി. ശുഭമംഗളോദയം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, സ്നേഹം, അഭിവാദ്യങ്ങൾ. പഞ്ചായത്തിൽ നിന്നുള്ള ഹരിതയുടെ പ്രവർത്തക, ദേശീയ ഇൻസ്പയർ അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള സന ഷെറിൻ CT എന്ന വിദ്യാർത്ഥി സമദാനി സാഹിബിന്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ഈ വേദിയിൽ വെച്ച് സമദാനി സാഹിബിന് കൈമാറുന്നു. നൽകുന്നതിന് വേണ്ടി സന ഷെറിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സമദാനി സാഹിബിനെയും സാദരം ക്ഷണിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറയെ സ്വാഗതം ക്ഷണിക്കുന്നു. നജ്മ തബ്ഷീർ സംസാരിച്ചതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കും. ഹനീഫ പറയുന്നു വോട്ട് അപേക്ഷിക്കണമെന്ന്. എൻ്റെ മനസ്സിൽ തോന്നി MSFൻ്റെ പ്രവർത്തകരോട്, അനുജന്മാരോട്, കുടുംബത്തോട് അത് ചോദിക്കണമെന്ന്. പക്ഷേ ഹനീഫ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. നമ്മൾ ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ പാർട്ടാണ്. നിങ്ങൾ പലരും വോട്ടേഴ്സാണ്, ഞാനൊരു കാൻഡിഡേറ്റുമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് ചെയ്യാതെ പോകുന്നത് ഒരു അനൗചിത്യമാണ്. അതുകൊണ്ടത് ഞാൻ അതൊരു ജസ്റ്റ് എ ഫോർമാലിറ്റി എന്ന നിലയിൽ മാത്രമേ ഇവിടെ ചെയ്യേണ്ടുള്ളൂ. ദിസ് ഈസ് അവർ ഫാമിലി, ദിസ് ഈസ് അവർ ഹോം, ദിസ് ഈസ് അവർ ഹോം. there is a word in English, homecoming. So when I reached here, I felt the feeling of the emotions of homecoming. വീട്ടിലെത്തിയ മാതിരിയാണ് തോന്നിയത്. അതുകൊണ്ട് എന്നാലും നിങ്ങളൊക്കെ കുട്ടികൾ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഹനീഫ പറഞ്ഞുകൊണ്ട്
നമുക്ക് ഈ ലോക്സഭാ മണ്ഡലത്തിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയില്ല. 7 മണ്ഡലമുണ്ട്. നിങ്ങളുടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് താഴെക്കോട് പാലക്കാട് ജില്ലയുടെ അതിർത്തി മുതൽ കോഴിക്കോട് ജില്ലയുടെ അതിർത്തിയുള്ള അഴിഞ്ഞലം വരെ കുറഞ്ഞ ദിവസമുണ്ട്, എത്തിച്ചേരാൻ കഴിയില്ല. അപ്പം നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി, എൻ്റെ അനുജന്മാർ, എൻ്റെ സഹോദരിമാർ വോട്ട് ചോദിക്കണം, ഇറങ്ങി പ്രവർത്തിക്കണം. MSF ഇറങ്ങിയ അതൊരു ശക്തിയാണ്. പിന്നെ കുടുംബത്തിൽ പറയണം, ഉമ്മയോട് പറയണം, മാതാപിതാക്കളോട് പറയണം, എല്ലാവരോടും പറയണം. കുട്ടി പറഞ്ഞില്ലേ വല്യമ്മ പറഞ്ഞു എന്ന്, എൻ്റെ പേര് കേട്ടപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മൂലധനം. പിന്നെ ഞാൻ ഈ മാതാപിതാക്കളെ പറ്റിയൊക്കെ പറയുന്ന ഒരാളാണല്ലോ. നിങ്ങളെൻ്റെ നാട്ടിലെ അമ്മ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മില്യൺ കണക്കിന് മലയാളികൾ കേട്ടതാണ്. ഇവിടെ പ്ലേ ചെയ്തതാണ്. നല്ല കാര്യം. അത് കുട്ടികൾ കേൾക്കണം, മാതാപിതാക്കൾ. അതൊരു സംഭവമാണ്. മോഹൻലാൽ വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയാണ് അതിന് തിരികൊളുത്തിയത്. എന്നിട്ട് അതിന് ശേഷം അദ്ദേഹം എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മ സോക്കടാണ്, കാണാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കുറേ സമയം അവിടെ ഇരുന്നു. ഈ മാതാവ് പിതാവ് ഇതൊക്കെ ഒരു വികാരം, ഇതൊക്കെ നമ്മൾ ഈ നാട്ടിൽ സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ്. MSF വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷനാണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ, ഇറ്റ് ഈസ് എ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. MSF, ഞാനൊരു MSFകാരനായിട്ട് വന്ന ആളാണ്, നിങ്ങൾക്കറിയാം. ഞാൻ MSFൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ MSFൻ്റെ കലാസാഹിത്യവേദി കൺവീനറായിരുന്നു. ഞാൻ MSFൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റ് മെമ്പറായിരുന്നു, സെനറ്റിൽ. വിദ്യാർത്ഥി ഹനീഫായില്ലേ? പിന്നെ എനിക്ക് വോട്ട് ചെയ്തോളാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും പ്രായമൊന്നല്ലേ, നീ ചെറുപ്പമാണ്. ഓക്കെ, എനിക്ക് വോട്ട് ചെയ്ത് ഹനീഫയാണിത്. അന്നേ തുടങ്ങിയതാണ് ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാവരും, ഞാൻ MSFൻ്റെ നേതാക്കൾ എത്ര ഒരു വെൽ ഡിസൈൻഡ്, ഞാൻ വീണ്ടും പറയാണ്, വെൽ അറേഞ്ച്ഡ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത MSFനെ നേതാക്കളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഷെരീഫ് കുറ്റൂരോട് പ്രസംഗിച്ചോ? ഷെരീഫ് കുറ്റൂരിൻ്റെ പ്രസംഗം കവിതയാണ്. അതിങ്ങനെ ഒഴുകി വരും. സ്ട്രെയിനില്ലാതെ പ്രസംഗിക്കാൻ കഴിയുന്ന ആളാണ് ഷെരീഫ്. ഒരു ബുദ്ധിമുട്ടില്ല, മെല്ലെ നിന്ന് പറഞ്ഞാൽ തന്നെ പ്രസംഗമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. I congratulate our District Youth League President. I congratulate our MSF leaders. I congratulate each and everybody of you for your brilliance, for your genius, for your achievements that you have already made, and for all the achievements that you are going to make. Thank you so much. ഭക്ഷണമൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ? ഓക്കെ, താങ്ക് യു. അലി സാഹിബ് ഇവിടെ വന്ന് പോയി. ഞാൻ അതും കൂടി പറയാണ്. എൻ്റെ മാത്രമല്ല, അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ല. മങ്കടയുടെ സ്ഥാനാർത്ഥി 2 വോട്ട്, കോണി അടയാളം, ലാഡർ. മുമ്പ് രാജീവ് ഗാന്ധി വന്നു ഇവിടെ, പഴയ പ്രധാനമന്ത്രി. അന്ന് പറഞ്ഞു, ടു ഗോ അപ്പ് വി മസ്റ്റ് ഹാവ് ലാഡർ. മുകളിലേക്ക് പോകാൻ നമുക്ക് കോണി വേണമെന്ന്. ഞാൻ ആ പ്രസംഗം കേട്ട ഒരാളാണ്, പരിഭാഷപ്പെടുത്തിയിട്ടില്ല. അന്നൊക്കെ ഞാൻ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ട് നമുക്ക് മുകളിലോട്ടുള്ള പുരോഗതിയാണ് കോണി. ആ അടയാളം നമ്മൾ പരമാവധി പ്രചരിപ്പിച്ച് നിങ്ങളുടെ പ്രവർത്തനം ഈ വിഷയത്തിൽ ഉണ്ടാകണം. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.